Okay, children, next topic is sampling pitfalls. That is only a small topic that is what is sampling pitfalls. On example, limit sorry, limit x tends to 0 sin pi by x equal to 0. എന്താണ് എക്സ് സീറോയിലോട്ട് ലിമിറ്റ് എക്സ് സീറോയിലോട്ട് പോകുമ്പോൾ ഫംഗ്ഷനും സീറോ ആകുന്നു എന്നതാണ്. അപ്പോൾ നോക്കാം, നമുക്കറിയാം സൈനിൻ്റെ കർവ് എപ്പോഴും -1നും +1നും ഇടയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചിങ്ങനെ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇങ്ങനെ ഒരു കർവ് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എക്സ് വാല്യൂസ് നേരത്തെ പോലെ എക്സിന് വാല്യൂസ് കൊടുക്കും. എക്സ് pi by x, then sin pi by x. Sampling pitfall ഒരു എക്സാമ്പിൾ ആണ്. ലിമിറ്റ് x tends to 0 sin pi x equal to 0. ദാറ്റ് ഈസ് എക്സിന് ഞാൻ വാല്യൂ കൊടുക്കുകയാണ്. എന്താണ്, സീറോയിലോട്ട് ടെൻഡ് ചെയ്യുവാണ്. എക്സ് ടെൻസ് ടു 0. എപ്പോഴും ഇതിന്റെ വാല്യൂ നമുക്കറിയാം -1ന് +1, -1ൽ നിന്ന് പ്ലസ്. അപ്പൊ ഏകദേശം അടുത്തടുത്തുള്ള വാല്യൂ സീറോയിലോട്ട് അടുത്തുള്ള കൊടുക്കണം. ആദ്യം ഞാൻ എക്സിന് എന്ത് കൊടുക്കുവാണ്, +or-1. അപ്പൊ എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു +or-π അല്ലേ? അപ്പൊ ഇവിടെ എത്ര, എക്സിന് 1 കൊടുക്കും, +or-π. സൈൻ ഇവിടെ എത്ര കിട്ടും, +or-π. സൈൻ പൈ നമുക്കറിയാം എത്രയാ, 0. ഇനി എക്സ് ഈക്വൽ ടു +or-0.1 കൊടുക്കാം. ദാറ്റ് ഈസ് എത്ര ആൻസർ കിട്ടും, +or-10π അല്ലേ? എക്സിന്റെ പ്ലേസിൽ 0.1 എന്ന് നമ്മൾ കൊടുത്തു കേൾക്കുകയാണ്, എന്തോ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം x/0.1. 0.1 എന്ന് വെച്ചാൽ എത്രയാണ്, π by x by അല്ല, π by 1/10. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എത്ര കിട്ടും, 10π. +or-10π. നമുക്കറിയാം സൈൻ n/, 0 എങ്കിൽ എന്തായിരുന്നാലും എന്താണ് 10π 0. ഇനി എക്സ് അടുത്തടുത്ത് പോവുകയാണെ +or-0.0001 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 3 0 വരുമ്പോൾ +or-1000π. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ +or-1000π. ഈ 1000π എന്ന് പറയുന്നത് എത്രയാണ്, 0. സോ n/0. അപ്പൊ പിറ്റ്ഫാൾസ് എന്ന് പറഞ്ഞ ആൻസർ എന്ത് ചെയ്യാൻ, എത്ര നോക്കിയാലും സീറോയിലോട്ട് തന്നെ പോകുന്നതുകൊണ്ട് ഇനി പറയുന്നതാണ് സൈൻ എന്തുവാണ്, പിറ്റ്ഫാൾസ്, സാമ്പിളിംഗ് പിറ്റ്ഫാൾസ്. ഇത് ചെറിയ ടോപ്പിക്ക് കഴിഞ്ഞ പ്രാവശ്യം വിട്ടിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ തുടങ്ങിയത്. pitfalls. Okay, then next one-sided limit. എപ്പോഴും നമ്മളായിട്ട് വ്യാകുലപ്പെടുത്തുന്ന ഒരു ടോപ്പിക്കാണ് one-sided limit. One-sided limits. One-sided limitsും two-sided limitsും രണ്ട് സൈഡുകളുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും. രണ്ടുപേരും ഈക്വൽ ആയാൽ the limit x tends to a f of x, ഇതാണ് ലിമിറ്റ് ഫോർമുല, equal to L is called two-sided limit. Two-sided limit ഏതാണ്, ഇവിടെ പോസിറ്റീവ് വരില്ല, നെഗറ്റീവ് വരില്ല. രണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഈക്വൽ ആയാൽ നമുക്ക് കിട്ടുന്നതാണ് two-sided limit. ഒരു ഒന്നിലോട്ട് പോവുക. ഇവിടെ പറഞ്ഞതുപോലെ x tends to 0 sin, this is a two-sided limit because it requires the values of f of x to get closer and closer to L as well as values of x take from the either side of x equal to a. കണ്ട, രണ്ട് സൈഡിലും മൈനസും പ്ലസും അല്ല, ഈക്വൽ ആയിട്ട് വന്നാൽ നമുക്ക് ക്ലോസർ ആയിട്ട് വന്നാൽ നമുക്ക് കിട്ടുന്നതാണ് ലിമിറ്റ് x tends to a f of x equal to a. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. Example, consider the function f of x equal to mod x by x. എന്നിട്ട് അവർ തന്നെ തന്നിട്ടുണ്ട് എന്താണ്, 1 കിട്ടും x > 0. എക്സിന്റെ വാല്യൂ പോസിറ്റീവ്സ് ആയിരുന്നാൽ 1 എന്നും, നെഗറ്റീവ് ആയിരിക്കും -1 ലെസ് ദാനും ആയിരിക്കും.
ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പം നമ്മളിവിടെ ഒരു ഫിഗർ വരയ്ക്കുവാണേ. ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ ഇവിടെ പോസിറ്റീവ് വാല്യൂസിലാണ് പറഞ്ഞെങ്കിൽ ആൻസർ എത്ര? 1. ഇവിടെ നെഗറ്റീവിലാണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് -1 വരുന്നത് എവിടെയാണ്? ഇവിടെ എങ്കിൽ ഇത് എക്സ് ഗ്രേറ്റർ ദാൻ 0, ഇത് എക്സ് ലെസ് ദാൻ 0, ആൻസർ ഇസ് -1. എനിബഡി ഹാവ് ഡൗട്ട്? ഇതാണ് നമ്മൾ പറയുന്നത്. ആ എക്സ് അപ്രോച്ചസ്, എക്സ് എന്താണ്? 0 അപ്രോച്ച് ഫ്രം റൈറ്റ് അല്ലേ? ആസ് എക്സ് അപ്രോച്ചസ് 0 ഫ്രം റൈറ്റ്, ഇങ്ങോട്ട് വരുവാണേ ഫ്രം റൈറ്റ്, ദ വാല്യൂ ഓഫ് എക്സ് അപ്രോച്ചസ് ദ ലിമിറ്റ് 1 അല്ലേ? അപ്പോൾ റൈറ്റിൽ നിന്ന് 0 വരികയാണ്, പോസിറ്റീവ് അല്ലേ? അപ്പോൾ നമ്മൾ തന്നെ പറയണത് എക്സ് പ്ലസ് എന്ന് പറയും. ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് പറയുക? എക്സ് അപ്രോച്ചസ് 0, എക്സ് എന്താണ്? അപ്രോച്ചസ് 0 ഫ്രം ദ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0 എക്സ് അപ്രോച്ച് ചെയ്യാണ്, ഇവിടെ നിന്ന് പോവുകയാണ് എങ്കിൽ നമ്മൾ പറയും എക്സ് മൈനസ്. ഇവിടെ നിന്ന് പോവുകയാണേ, ഇവൻ ഇങ്ങോട്ട് 0 വരുന്നു, ഇവൻ ഇങ്ങോട്ട് വരുന്നു, പോസിറ്റീവ് സൈഡിൽ നിന്ന് 0 വരുന്നു. ഇവിടെ നിന്ന് പോസിറ്റീവ് സൈഡാണ്, ഇവിടെ നിന്നെല്ലാം ഇങ്ങനെ പാവം ഇവിടെ വരിക. ഇവൻ ഇങ്ങോട്ട് നെഗറ്റീവ് സൈഡിൽ നിന്ന് പോവുകയാണ്, സോ അപ്പോൾ മൈനസ്. എങ്കിൽ ലിമിറ്റ് നമുക്ക് 0 എന്നല്ലേ പറയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് മോഡ് എക്സ് ബൈ മോഡ് എഫ് ഓഫ് എക്സ്, അതിലെ മോഡ് എക്സ് എഫ് ബൈ എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ് ആണ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ലിമിറ്റ് എൽ എത്രയാണ് കിട്ടണം? ഈക്വൽ ടു 1, 0 പ്ലസ്. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് മോഡ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു -1. ഇത് ഡൗട്ടില്ല? ഓക്കെ. ഇനി ദെൻ വൺ സൈഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ഇനി ഇപ്പം നമ്മൾ അതിനെ പറ്റി പറഞ്ഞു. ഇനി എന്താണ് ഫോർമുല? ഇഫ് ദ വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി മെയ്ഡ് as close to L, taking the values x sufficiently close but greater than A, then the value limit L എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ നിന്ന് ക്ലോസ്, ഇവിടെ ഏത് വാല്യൂയിലാണ്? 2-ലാണെങ്കിൽ ഇവിടെ നിന്ന് 2 പ്ലസ് വാല്യൂസ് എക്സ് പ്ലസ് വാല്യൂസ്. ഇവിടെ നിന്ന് എന്താണ്? ലെഫ്റ്റ് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്യുകയാണ്, അവനുമായിട്ട് അടുക്കുവാണെങ്കിൽ എക്സ് മൈനസ്, റൈറ്റ് സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് വരികയാണെങ്കിൽ എക്സ് പ്ലസ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് പറയണത്? ദ വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് ക്യാൻ ബി മെയ്ഡ് എങ്ങനെ ഉണ്ടാകുന്നു? ആസ് ക്ലോസ് ആസ് ടേക്കൺ ടു എൽ by taking the values x sufficiently close to A, then we write limit x tends to A plus f of x equal to L. And if the values of f of x can be made as close we like to L by taking the values x sufficiently close to A but less than A, less than correct, right? Left side limit x tends to എന്താണ്? one side limit, ഇതൊരു സൈഡ് limit x tends to A plus f of x equal to L, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. രണ്ട് എൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 സൈഡഡ് ലിമിറ്റ് ആയ എന്ത് ഈക്വൽ ആവും? എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. രണ്ട് സൈഡ് ഈക്വൽ ആയാലാണ് നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റുക. ഡൗട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വൺ സൈഡഡ് ലിമിറ്റ്സ് ആൻഡ് ടു സൈഡഡ് ലിമിറ്റ്, രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പറയുന്നത്. ദ റിലേഷൻഷിപ്പ് between one-sided limits and the two-sided limits. അപ്പോൾ എങ്ങനെ നോക്കാം? A function f will have a two-sided limit at a given point A, that is the value of f may not get closer and to any single point x. Okay, limit L then x tends to A, f of x does not exist. ഒരിടത്തും ക്ലോസർ അല്ലെങ്കിൽ ഒരിക്കലും എക്സിസ്റ്റ് ആവില്ല. Similarly, the value of f of x may not get closer and to a single real number L. എന്താണ്? x tends to A plus or x tends to A minus എക്സിസ്റ്റ് ആവില്ല. എന്താണ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും limit x tends to A f of x does not exist. എപ്പോഴാണ് ഈ ടു സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് ആവാത്ത വൺ സൈഡഡ് ലിമിറ്റ് ആയ എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ഡസ് നോട്ട് എക്സിസ്റ്റ് ആവുകയും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് അതും എന്താണ്? ഡസ് നോട്ട് എക്സിസ്റ്റ് ആവുകയും ചെയ്താൽ നമ്മൾ പറയും ടു സൈഡഡ് ലിമിറ്റ് ആയ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി എന്താണ്
ഒരു ഡെഫിനിഷനാണ്. ദ ടു സൈഡ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എഫ് എക്സ് എക്സിസ്റ്റ് അറ്റ് ഇഫ് ബോത്ത് ഓഫ് വൺ കണ്ട ഞാൻ പറഞ്ഞതാ, ബോത്ത് ഓഫ് ദ വൺ സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ആൻഡ് അറ്റ് എ ആൻഡ് ഹാവ് ദ സെയിം വാല്യൂ. ദാറ്റ് ഈസ് എന്താണ്, രണ്ട് സൈഡും എന്താണ്, എപ്പോഴാണ് ഒരു ലിമിറ്റ് എന്താണ് ലിമിറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, എക്സിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്, ഇവർ രണ്ടുപേരും ഈക്വൽ ആയാൽ, ഈക്വൽ ടു എൽ, ഈക്വൽ ടു ഇവർ രണ്ടുപേരും ഈക്വൽ ആയാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഇത് ടു സൈഡ് ലിമിറ്റ് എക്സിസ്റ്റ് ആവും എന്നൊരു പ്രോബ്ലം ചെയ്യാം. എക്സ്പ്ലെയിൻ വൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ് ബൈ എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്തുകൊണ്ടാണ് ഇത് എക്സിസ്റ്റ് ആവാത്തതെന്നാണ്. എക്സ്പ്ലെയിൻ വൈ. ആസ് mod x by x approach എന്താണ് എക്സിസ്റ്റ് ആവാത്ത വൈ, എന്തുകൊണ്ടാണ്, ആസ് എക്സ് അപ്രോച്ചസ് ടു, നമ്മൾ നേരത്തെ എഴുതി എന്തുകൊണ്ട് എക്സിസ്റ്റ് ആവുന്നില്ല എന്നതാണ്. ഇവിടെ പറയുവാണ് എക്സ് ടെൻസ് ടു 0, ഇതിലോട്ട് വരുവാണ്, ഇവിടെ എക്സ് മൈനസ് 0, എക്സ് ടെൻസ് ടു 0 മൈനസ്, ഇവിടെ എക്സ് ടെൻസ് ടു എക്സ് ടെൻസ് 0 പ്ലസ്, ഇങ്ങോട്ട് വരും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വാല്യൂ വരും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണ്. എന്താണ്, ആസ് എക്സ് അപ്രോച്ചസ് ടു 0 ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മോഡ് എക്സ് അപ്രോച്ച് -1 ഫ്രം ലെഫ്റ്റ്. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ +1 -1 വരും, -1 ലെഫ്റ്റിൽ നിന്ന് വരും. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ -1, ഇവിടെ +1 ആണ് വാല്യൂ ഉണ്ടാകുന്നത്. സോ എന്ത് പറയാൻ പറ്റും, thus the one sided limit at 0 are not the same. അല്ലെ, വൺ സൈഡ് ലിമിറ്റ് സെയിം അല്ല, ഒന്ന് -1 ഒന്ന് പ്ലസ് ആയ, സോ ഇത് എന്താണ്, ടു സൈഡഡ് ലിമിറ്റ് എക്സിസ്റ്റ് അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തതാണ് പറഞ്ഞത്, എന്തുവാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ് ബൈ എക്സ് എന്തുകൊണ്ട് എക്സിസ്റ്റ് അല്ല, ഡസ് നോട്ട് എക്സിസ്റ്റ്, വൈ. അതിന്റെ ആൻസറാണ് നമ്മൾ പറഞ്ഞത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തെങ്കിലും നമ്പരൊക്കെ നിങ്ങൾക്ക് നേരത്തെ അഞ്ചോ, ഞാൻ ഈ നോട്ടിലെ നമ്പറാണ് പറയുന്നത്. ഫോർ ദ ഫംഗ്ഷൻ ഇൻ ദ ഫിഗർ ഫൈൻഡ് വൺ സൈഡഡ് ആൻഡ് ടു ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഇഫ് ദേ എക്സിസ്റ്റ്. ഫോർ ദ ഫങ്ഷൻസ് ഇൻ ഫിഗർ, ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നില്ല. ഫോർ ദ ഫങ്ഷൻസ് ഇൻ ഫിഗർ find one-sided and two-sided limit at x equal to 0 if they exist. അത് എക്സിസ്റ്റ് ആണെങ്കിൽ എന്താണ്, വൺ സൈഡ് ലിമിറ്റും ടു സൈഡ് ലിമിറ്റും എവിടെയുള്ളത്, എന്താണ്, അറ്റ് എക്സ് ഈക്വൽ ടു 0 വൺ സൈഡ് ലിമിറ്റും ടു സൈഡ് ലിമിറ്റും പറയാനായിട്ട് നമുക്ക് നോക്കാം. അതാ ഫങ്ഷൻസ് ഇൻ ഓൾ ത്രീ ഫിഗേഴ്സ് ആർ ദ സെയിം. അപ്പൊ ഫിഗേഴ്സ് ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, എന്നിട്ട് ശരി, ഇവിടുത്തെ റബ്ബർ കാണാനില്ല, അതാണ് ഞാൻ നോക്കുന്നത്. റൈസർ ഇവിടെ ഉണ്ടായിരുന്നു, അത് കാണാനില്ല. റബ്ബ് ചെയ്യാനായിട്ട് ഫിഗർ ഒരു കുറച്ച് കറക്ഷൻ, അത് നോക്കാം. കറക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങളെ നോട്ടിലുണ്ട് നല്ല ഫിഗർ, അതൊന്നും ഇവിടെ കറക്റ്റ് ആയി. അപ്പൊ എന്തുവാ, 1 ഇവിടെ 1 2 3, ഈ പോയിന്റ് 3 ആണ്. എടാ അടുത്തൊരു ഫിഗർ ഇവിടെ എന്ന് കൊടുക്കാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് കയറുവാണേ, പോയിന്റ് 1ൽ തന്നെ.
ഇവിടെ എ എന്ന് പറഞ്ഞ ഇതാണ്. സെയിം ആണ് 2, 3. ഇവിടെ നിന്നൊരു പോയിന്റ് എടുക്കും, y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇവിടെയും y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇനി നമുക്ക് ഒരു 3 ഫിഗേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 1 സൈഡഡ് 2 സൈഡഡ് ഒക്കെ പറയാനാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു A1, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പോയിന്റ് എടുത്തു, അത് 3 ആണെന്ന് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ 3 ഫിഗർ ഈക്വൽ അല്ലേ? For the എന്താണ് ഇവിടെ പറയുന്നത്? The functions in all 3 figures have the same one-sided limit as x tends to a. Since the functions are identical except at x, these values are limit. എങ്ങനെ പറയാം? ലിമിറ്റ് നോക്കിക്കോ, എങ്ങനെ ചെയ്യാം? ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പോവുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ്, ദാറ്റ് ഈസ് ആൻസർ ഈസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എത്ര കിട്ടി? 3. എല്ലാം ഈക്വൽ അല്ലേ? ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പോയിന്റ് വാല്യൂ വരുന്നുണ്ട്, ഇവൻ എത്രയാണ്? 3. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നത് 1. റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നത്, ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് കയറുന്നത് ഏതാണ്? 3. In all 3 cases, the two-sided limit does not exist as x tends to a because one-sided limits are not identical. ഇല്ലല്ലോ, ഇവിടെ കിട്ടിയത് ഇവിടെ 1 ആയിരുന്നെങ്കിൽ നമുക്ക് പറയും എന്തുവാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1. ദിസ് ഈസ് ഐഡന്റിക്കൽ, സോ ഇറ്റ്സ് എക്സിസ്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ വൺ സൈഡഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ആയതുകൊണ്ട് ടു സൈഡഡ് ലിമിറ്റ് ആവില്ല. ഡൗട്ട് ഇല്ല. എക്സാം അടുത്തത്. ഫോർ ദ ഫംഗ്ഷൻ ഇൻ എ ഫിഗർ 3 തന്നിട്ടുണ്ട്. വൺ സൈഡഡ് ടു സൈഡഡ് ലിമിറ്റ് കാണണം. എന്നിട്ട് എന്ത് കാണണം? ആൻസർ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് നോക്കാം. 3 ഫിഗർ ആണ്. ഇവിടെയും അതേ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് നോട്ടിൽ ഞാൻ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതാത്തത്. ജസ്റ്റ് ഇത് മാത്രം. സോ 1, 2. എന്താണ് ക്വസ്റ്റ്യൻ? ഫോർ ദ ഫംഗ്ഷൻ ഇൻ ഫിഗർ find the one-sided and two-sided limits at x equal to a if they exist. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ഫിഗർ ആണ്. ഇനി ഒരു ഫിഗർ കൂടെ വരുവേ. ഓക്കെ, എക്സ് വൈ എക്സ് വൈ എക്സ് വൈ. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറി പോവുകയാണ് പോയിന്റ്. ഇവിടെ 2 വരുവാണേ, വന്നു. ഇനി എത്ര കിട്ടും നോക്കാം. ഇനി ലിഫ്റ്റ് കയറി പോവാണ്. 1, 2 ലെഫ്റ്റ് കയറി പോവാണ്. ഇവിടെയും 2ലാണ് വരുന്നത്. ഇനി ഇവിടെ മുകളിലൊരു പോയിന്റ് ഉണ്ട്, ഇത് 3. അപ്പൊ ഈ പോയിന്റിലാണ് ദാറ്റ് ഈസ് ലിമിറ്റ് ലെഫ്റ്റ് ആണ്. 2ലാണ് ഇവിടെയും വരുന്നത്. എങ്ങനെ ഇനി നമുക്ക് നോക്കാം എത്രയാണ് ആൻസർ. ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഹാസ് നോ ബെയറിംഗ് ഓൺ ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് എ പ്ലസ് എത്ര കിട്ടും? എഫ് ഓഫ് എക്സ് 2 ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പോണത് ഇവിടെ എന്താണ്? 2 ആണ്. ഇനി ഇവിടെ നിന്നും പോകുന്ന എത്രയാണ്? ഇവിടെയും വരുമ്പോൾ 2 ആണ്. ഇവിടെ എന്താണ്? അപ്പോ ഇവിടെ ഒരു പോയിന്റ് 3 കാണിക്കുന്നുണ്ട്. അത് പക്ഷെ എന്താണ്? കണ്ടിന്യൂസ് കേസാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ സോ നമുക്ക് പറയാനായിട്ട് വാല്യൂ ഓഫ് എഫ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഹാസ് നോ ബെയറിംഗ് ഓൺ ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. സോ ഓൾ 3 കേസസ് വി ഹാവ്. നോക്കിക്കേ, എ പ്ലസ് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് കയറുന്നതും 2, ഇവിടെ നിന്ന് പോയി കയറുന്നതും 2 തന്നെ. ഇനി ഇവിടെ നിന്നും അത് തന്നെ. ഇത് 3 കേസസിലും if one-sided limits are equal, then limit x tends to a f of x equal to 2. ഇവിടെ ലിമിറ്റ് x tends to a minus f of x ഉം 2. ഇവിടെ എല്ലാം ലിമിറ്റ് x tends to a plus f of x equal to 2. അപ്പോൾ സോ നമുക്ക് പറയാൻ പറ്റും ലിമിറ്റ് എക്സിസ്റ്റ്.
ഇൻഫൈനൈറ്റ് ലിമിറ്റ്. എന്താണ് ഇൻഫൈനൈറ്റ് ലിമിറ്റ്സ്? ഇൻഫൈനൈറ്റ് ലിമിറ്റ്സ്. ലിമിറ്റ് x tends to a minus f of x equal to plus. ലിമിറ്റ് x tends to a plus f of x equal to minus അല്ലേ? രണ്ട് പ്ലസ് ഇൻഫിനിറ്റി വന്നാൽ ഡിനോട്ട് ചെയ്ത് എഫ് ഓഫ് എക്സ് ഇൻക്രീസസ് വിത്തൗട്ട് ബൗണ്ട്. അറിയാലോ, പ്ലസ് ഇൻഫിനിറ്റി ലെഫ്റ്റ് ഇതെല്ലാം അങ്ങ് കൂടി പോവുക. ഇനി മൈനസ് വന്നാലോ ഡിക്രീസ് ചെയ്യുന്നു, അതിനും ബൗണ്ടറി ഇല്ല. സോ ബോത്ത് രണ്ടുപേരും ആണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ലിമിറ്റ് ഉണ്ട്. ഇനി അതുപോലെ ഇവിടെ മൈനസ് വന്നാലോ എങ്ങനെ പറയും? എഫ് ഓഫ് എക്സ് ഡിക്രീസസ്, അവിടെ ഇൻക്രീസസ് കേസാണ്. ഇനി അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. കൺസിഡർ ദ ബിഹേവിയർ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഫോർ ദ വാല്യൂസ് ഓഫ് എക്സ് നിയർ. കണ്ട, അപ്പോൾ 1/xന്റെ കേസാണ് എടുക്കുന്നത്. ഇവിടെ ഒരു ഫിഗർ പറയുന്നുണ്ട്, എക്സ് വൈ കർവ് 1/x y ഈക്വൽ ടു ശരി. അപ്പം നമുക്ക് എങ്ങനെ എടുക്കാം? ഇത് 1/xന്റെ കേസാണെന്ന് വെച്ചോളൂ. ദെൻ ഇവിടെ വേറൊരു ഫിഗർ നമ്മൾ വരയ്ക്കുന്നുണ്ട്, എക്സ് വൈ ഈക്വൽ ടു 1/x. ഇവിടെയും ഇത്രയാണ്. സോ ഇവിടെ പറയുന്ന ഇത് ദിസ് ഹിയർ ഇവിടെ എടുക്കുവാണ് 1/x. സോ ഇതെന്ത് ചെയ്തു? ഡിക്രീസസ് വിത്തൗട്ട് ബൗണ്ട്. ഇവിടെ ഈ കേസിൽ ഇവിടെയാണ് 1/x എടുക്കുന്നത്. y ഈക്വൽ ടു 1/x എന്നുള്ള കേസ്, y ഈക്വൽ ടു ഇൻക്രീസസ് വിത്തൗട്ട് ബൗണ്ട്. അപ്പം നമുക്കതിനെ എങ്ങനെയായിട്ട് ന്യൂമറിക്കൽ മെത്തേഡ്സിൽ ചെയ്യാൻ പറ്റും? ഇവിടെ വാല്യൂസ് എടുക്കുവാണ്, എക്സ് 1/x -1 -0.1 അറിയാലോ, കൂട്ടി 0 വരെ അടുത്തോട്ട് വരണം, നിയർ ടു 0 -0.001 -0.0001 ഇങ്ങനെ എടുത്ത് അതുപോലെ 0-ലെത്തി. ഇനി അടുത്ത് അപ്പുറത്തോ നെക്സ്റ്റ് 0.00 പോസിറ്റീവ് 0.001 0.0 കൂടി പോകും 0.011 ഇങ്ങനെ പോകും. അപ്പൊ ഇവിടെ കിട്ടുന്ന വാല്യൂസ് ഞാൻ ടേബിളിൽ എഴുതിയിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത്. ഇറ്റ് ഈസ് എവിഡന്റ് ഫ്രം ദ ടേബിൾ ആൻഡ് ഗ്രാഫ് at a x values are taken closer to 0. From right, the values of f of x equal to 1/x are positive and increase without bound, and x values are taken closer to left side in the function 1/x എന്താണ് നെഗറ്റീവ് ആൻഡ് ഡിക്രീസസ് വിത്തൗട്ട് ബൗണ്ട്. സോ എങ്ങനെ എഴുതും? ലിമിറ്റ് x tends to 0 plus 1/x equal to plus infinity, and limit x tends to 0 minus 1/x equal to minus infinity. ഇവിടെ നോക്കിക്കോ, ഇവിടെ ഇങ്ങനെ കൂടി എത്ര വേണോ ഇതിലോട്ട് വരും. മൈനസ് ഇങ്ങനെ 1/xന്റെ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും? മൈനസ് ഇൻഫിനിറ്റിയിൽ കൂടി പോകും. ഇവിടെ നമ്മൾ മൈനസ് തൊട്ടിട്ട് 0ക്ക് അടുത്തെത്താനായിട്ട് അങ്ങനെ എടുത്തന്നേ ഉള്ളൂ. ഇന്ന് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇങ്ങനെ ഇൻക്രീസിങ് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകും. സോ നമുക്ക് പറയാൻ പറ്റും ലിമിറ്റ് x tends to 0 1/x equal to infinity, and limit x tends to 0 1/x equal to minus infinity. Okay, thank you. ശരി, താങ്ക് യു. ബെല്ലൊക്കെ ആയി അടുത്ത ക്ലാസ്സിലെടുക്കാം.